അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഗൗണിനെ ഒരു ടോപ്പാക്കി മാറ്റിയൊരു റിവ്യൂ പറഞ്ഞുതരാം കേട്ടോ. ചിലവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ ഉപകാരപ്പെടുന്നവർ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക. അപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതൊരു ഫുൾ ലെങ്ത്ത് ഗൗണായിരുന്നു. അതായത് എൻ്റെ മോളെ കല്യാണത്തിൻ്റെ തലേന്ന് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ഒരു ഗൗണായിരുന്നു. ഒരു 1500 1800 ആ റേഞ്ചിലുള്ളൊരു ഗൗണാണ്. അപ്പോൾ ഈ ഗൗണിന് അപ്പോൾ ഇതിന് പാൻറ്റൊന്നുമില്ല കേട്ടോ. വാങ്ങുന്ന ടൈമിൽ പാൻറ്റൊന്നുമില്ല. വിത്ത് ലൈനിങ് ഉണ്ടായിരുന്നു. ഫുൾ ഗൗണായിട്ട് ഷോളും ഗൗണും വിത്ത് ലൈനിങ് പാൻറ്റ് തയ്ക്കാനുള്ള. അപ്പോൾ അങ്ങനെ വാങ്ങിയ അത് അന്ന് കല്യാണത്തിന് തലേന്ന് മാത്രം ഒന്ന് ഇട്ടു. പിന്നെ അത് അവിടെ എടുത്ത് വെച്ചു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു ഇങ്ങനെ വെറുതെ ആലോചിച്ചപ്പോൾ ഒന്ന് തോന്നി ആ ഗൗൺ അയച്ചിട്ട് നല്ലൊരു ഓപ്പൺ ടോപ്പ് ആക്കിയാലോ എന്ന് തോന്നി. അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കിയപ്പം ആ ശ്രമം വിജയിച്ചു. അപ്പം ഞാൻ അതിന് ഗൗണിന് ബോഡി പാർട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ബോഡി പാർട്ട് കുറച്ച് ഇറക്കത്തിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അഴിച്ചെടുത്തു. എന്തോ ഭാഗ്യത്തിന് അത് പീസായിട്ടുള്ള ഗൗണല്ല, മറ്റേ നമ്മളെ ലെയറായിട്ടുള്ള ചോളി പോലത്തെ അതല്ല, ഇങ്ങനെ ഒറ്റ പീസായിട്ടുള്ള ഗൗണായിരുന്നു. അംബ്രല്ല കട്ടിങ്ങിൻ്റെ അംബ്രല്ല കട്ടിങ് അല്ല, സ്ട്രൈറ്റ് കട്ടിങ്ങിൻ്റെ. അപ്പോൾ അങ്ങനെ വന്ന ഗൗണായതുകൊണ്ട് വളരെ ഈസിയായി ചെയ്യാൻ. അങ്ങനെ ഞാനത് അഴിച്ചെടുത്തിട്ട് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വീണ്ടും റീയൂസ് ചെയ്യാം. നമുക്ക് ഡെയിലി യൂസിനോ അല്ലെ പാർട്ടി വെയർ ആയിട്ടൊക്കെ കുറച്ചും കൂടെ ഭംഗിയായി തോന്നുന്ന ഒരു ഓപ്പൺ ടോപ്പും ആക്കി. പിന്നെ അതിനൊരു വിത്ത് ലൈനിങ് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അതിനൊരു പാൻറ്റും തയ്ച്ചു, നല്ലൊരു സ്ട്രൈറ്റ് പാൻറ്റും തയ്ച്ചു. അങ്ങനെ ഞാനത് 1-2 പ്രാവശ്യം ഇടുകയും ചെയ്തു. അപ്പോൾ ഞാൻ തയ്ച്ച ഉടനെ തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതുണ്ടല്ലേ ബാക്കിലെ പീസ് കട്ടിങ്ങൊക്കെ വന്നിട്ടുണ്ട് ബാക്കിലെ പീസിന്. പക്ഷേ ഫ്രണ്ടിൽ കൊടുത്തത് ഇവിടെയാണ് കൊടുത്തത്, ജോയിൻ്റ് കൊടുത്തത്. പക്ഷേ ഇതറിയില്ല, നല്ലൊരു ഗോൾഡൻ ഒരു സിൽവർ കളർ ബോർഡറൊക്കെ വന്ന് അന്നേ ഗൗണിലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ എടുത്തിട്ട് ചെയ്താണിത്. അപ്പോൾ ഈ ബോർഡറൊക്കെ വെച്ചപ്പോൾ ഫ്രണ്ട് ഭാഗം അറിയത്തില്ല, പക്ഷേ ബാക്ക് ഭാഗം ജോയിൻ്റ് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ അറിയുള്ളൂ. നല്ലൊരു അടിപൊളി ചുരിദാറാക്കി മാറ്റി. അപ്പോൾ വീണ്ടും ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ഗൗണൊക്കെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഇതുപോലെ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് ഇടാൻ പറ്റൂ. ഇതാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും കല്യാണമോ അല്ലെങ്കിൽ ചില ടൈമിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇടാറുണ്ട് കേട്ടോ. ഷോള് അങ്ങനെ ഉപയോഗിക്കലില്ല. റോളൊക്കെ ചെയ്തിട്ട് റോൾ ചെയ്യാൻ വേറെ ഷോളൊക്കെ എടുത്തിട്ട് ചെയ്യലുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ടോപ്പ് ചെയ്തത് ഗൗണിൽ. അപ്പോൾ ആ ഗൗണ് ചെയ്തതിൻ്റെ അന്ന് ഞാൻ ഇട്ട ഗൗണിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ ചെയ്യാം. ബാക്ക് ഭാഗം ഇങ്ങനെ ഓപ്പണായിട്ട് ബാക്ക് ഭാഗം ഇങ്ങനെ കട്ടിങ് വന്നിട്ട് ഓപ്പണിൻ്റെ ടോപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തു. ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടൊരു പാൻറ്റുമാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പം ഈ ഗൗണിൻ്റെ കൂടെ വിത്ത് ലൈനിങ് ഉള്ളത് കൊണ്ടാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത്. അന്ന് കല്യാണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു പാൻറ്റ് തൽക്കാലം ഫുള്ള് യൂസ് ചെയ്തിട്ട് ആ ഗൗൺ അങ്ങനെ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ആ ക്ലോത്ത് അവിടെ എടുത്ത് വെച്ചതുകൊണ്ട് ഇതിന് ലൈനിങ് ആ ഗൗണിൻ്റെ കൂടെ ഗൗണിന് ലൈനിങ് ഉള്ളതുകൊണ്ട് ടോപ്പിനുള്ള ലൈനിങ് അതിൽ നിന്ന് കിട്ടി. പിന്നെ പാൻറ്റും സ്റ്റിച്ച് ചെയ്തു. ആദ്യത്തെ ഗൗണിൻ്റെ കൈ അങ്ങനെ എടുത്ത് വെച്ചു. അങ്ങനെ നല്ലൊരു ചുരിദാറാക്കി മാറ്റി. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഐഡിയകളൊക്കെ ഉണ്ടെങ്കിൽ, നല്ല ക്ലോത്തും നല്ല മെറ്റീരിയലും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കളയാനൊന്നും പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള സ്റ്റിച്ചിങ് ഷോപ്പിലോ അങ്ങനെ അറിയുന്നവരാരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇങ്ങനെ ചെയ്യിക്കുക. അപ്പോൾ എന്തിനാ വെറുതെ നമ്മൾ അല്ലേ കുറച്ചും കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ മെറ്റീരിയൽ കളയുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ പെട്ടെന്നൊരു 2 യൂസ് കഴിയുമ്പോഴത്തേന് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ചേഞ്ച് വരുത്താൻ വിചാരിച്ചിട്ട് ചെയ്തു. അപ്പോൾ അത് വിജയിച്ചു.
പിന്നെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ഗൗണായിരുന്നു എന്ന് തോന്നുന്നേ ഇല്ല എന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കോൺഫിഡൻ്റ് ആയി. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി, ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടമായി എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളെന്തൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, വീണ്ടും ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം. എപ്പോഴെങ്കിലും ഒരു ടൈം കിട്ടുമ്പോഴേ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നോക്കാം. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.